ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. ഈ ഒരു സ്റ്റൈൽ ബിരിയാണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കഴിക്കാൻ പോണത്. ആദ്യമായിട്ട് കഴിക്കുന്നത് ഊട്ടിയിൽ വെച്ചാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടി ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഊട്ടിക്ക്. അപ്പോൾ നമ്മൾ ചെന്ന ദിവസം വൈകിട്ടായപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് നമ്മൾ അവിടുത്തെ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത് കേട്ടോ. ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി, ഞങ്ങൾ അന്ന് ഓർഡർ ചെയ്ത് കഴിച്ചത് മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഓർഡർ ചെയ്ത സാധനം കയ്യിൽ കിട്ടണ വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മുടെയും അവരുടെയും ഫുഡ് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സാധനം നമ്മുടെ കയ്യിൽ കിട്ടി പൊട്ടിച്ച് ഒരു വായ അങ്ങ് കഴിച്ചു നോക്കിയപ്പോൾ സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കണം എന്നുള്ളത്. അത് നമ്മൾ എന്തായാലും ഊട്ടി ചെന്ന് അത് സാധിച്ചെടുത്തു. ആ കഴിച്ചത് എന്തായാലും ഫ്ലോപ്പായി പോയില്ല. എന്നാൽ പിന്നെ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച ഒരു സൺഡേ ആയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ബിരിയാണി. ഇത് ഉണ്ടാക്കുന്ന രീതിയൊന്നും അറിയില്ലാത്തതുകൊണ്ട് യൂട്യൂബിൽ ഏതോ ഒരു റെസിപ്പി കണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ആ സാലഡിൻ്റെയും അച്ചാറിൻ്റെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഉണ്ടാക്കിയ ബിരിയാണിക്ക് അവിടുത്തെ ബിരിയാണിയുടെ ഏകദേശം ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. ഞാനിത് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെന്നുള്ളതും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തതെന്നുള്ളതും ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കഥ പറഞ്ഞ കാരണം എന്തൊക്കെയാണ് ചേർത്തതെന്നുള്ളത് പറയാൻ പറ്റിയില്ല. എപ്പോഴും നമ്മുടെ രീതിയിലുള്ള ബിരിയാണി ഉണ്ടാക്കി കഴിക്കാതെ ഇതുപോലുള്ള വെറൈറ്റി ബിരിയാണികളൊക്കെ കഴിച്ചു നോക്ക്, അടിപൊളിയായിരിക്കും. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.